ചെല്ലാനം പഞ്ചായത്തിലെ കണ്ണമാലി പുത്തൻതോട് മുതൽ ഫോർട്ട് കൊച്ചി വരെ ശേഷിക്കുന്ന ടെട്രാപോഡ് കടൽഭിത്തി നിർമ്മാണത്തിന് ഭരണാനുമതി ലഭിക്കാത്തത് തീരദേശവാസികളെ ആശങ്കയിലാക്കുന്നു. എസ്റ്റിമേറ്റ് തുക 404 കോടി രൂപയായി വർദ്ധിച്ചതോടെ ഫയൽ ചീഫ് സെക്രട്ടറിയുടെ പരിഗണനയിലാണെന്നും മഴക്കാലത്തിനു മുൻപ് നിർമ്മാണം പൂർത്തിയാക്കിയില്ലെങ്കിൽ 100-ലധികം വീടുകൾ ഭീഷണിയിലാകുമെന്നും പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകി. കടലാക്രമണത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് സർക്കാർ വാഗ്ദാനം ചെയ്ത വാടക തുക ഡിസംബർ മുതൽ മുടങ്ങിയതും തീരദേശ ജനതയുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നു. ഭരണാനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് ചെല്ലാനം പഞ്ചായത്തിലെ ടെട്രാപോഡ് കടൽഭിത്തി നിർമ്മാണം വീണ്ടും വൈകുന്നു. കണ്ണമാലി പുത്തൻതോട് മുതൽ ഫോർട്ട് കൊച്ചി ബീച്ച് റോഡ് വരെയുള്ള ശേഷിക്കുന്ന ഭാഗങ്ങളിലാണ് നിർമ്മാണം നിലച്ചിരിക്കുന്നത്. ചെല്ലാനം ഹാർബർ മുതൽ കണ്ണമാലി പുത്തൻതോട് വരെ കടൽഭിത്തി പൂർത്തിയായതോടെ ആ പ്രദേശങ്ങൾ കടലാക്രമണത്തിൽ നിന്ന് സംരക്ഷിതമായെങ്കിലും പുത്തൻതോട് മുതൽ വടക്ക് ബീച്ച് റോഡ് വരെയുള്ള മേഖലകൾ കടുത്ത ദുരിതം നേരിടുന്നു. കഴിഞ്ഞ കടലാക്രമണത്തിൽ 9 വീടുകളാണ് പൂർണ്ണമായി തകർന്നത്. വർഷക്കാലത്തിന് മുൻപ് ഇവിടം സുരക്ഷിതമാകണമെങ്കിൽ മെയ് മാസം അവസാനിക്കുന്നതിന് മുൻപ് കടൽഭിത്തിയുടെ നിർമ്മാണം പൂർത്തിയാകണം. കഴിഞ്ഞ വർഷത്തെ കടലാക്രമണത്തെ തുടർന്ന് നടന്ന ശക്തമായ പ്രതിഷേധങ്ങൾക്ക് ശേഷം 306 കോടി രൂപ ടെട്രാപോഡ് നിർമ്മാണത്തിനായി സർക്കാർ മാറ്റിവെച്ചിരുന്നു. എന്നാൽ ഇറിഗേഷൻ വകുപ്പ് അവസാനമായി തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് 404 കോടി രൂപയാണ്. ഇതിന് മന്ത്രിസഭയുടെ അംഗീകാരം ലഭിക്കണം. ഇതുമായി ബന്ധപ്പെട്ട ഫയലുകൾ ചീഫ് സെക്രട്ടറിയുടെ മുൻപിലെത്തിയെങ്കിലും മന്ത്രിസഭയിൽ എത്താത്തതാണ് കാലതാമസത്തിന് കാരണം. ഈ സാഹചര്യത്തിലാണ് കെയർ ചെല്ലാനം കൊച്ചി, കോസ്റ്റൽ ഏജൻസി ഫോർ ഡെവലപ്മെന്റ് ആൻഡ് ലിബറേഷൻ എന്നീ സംഘടനകളുടെ പ്രതിനിധികൾ ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന്റെയും ചീഫ് സെക്രട്ടറിയുടെയും ഓഫീസുകൾ സന്ദർശിക്കുകയും ചർച്ചകൾ നടത്തുകയും ചെയ്തത്. കടൽഭിത്തിയുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്നും മെയ് 30 മുൻപ് പൂർത്തിയാക്കണമെന്നുമാണ് പ്രതിനിധി സംഘത്തിന്റെ ആവശ്യം. കെയർ ചെല്ലാനം കൊച്ചി സെക്രട്ടറി ടി.എ. ഡാൽഫിൻ, കോസ്റ്റൽ ഏജൻസി ഫോർ ഡെവലപ്മെന്റ് ആൻഡ് ലിബറേഷൻ ഡയറക്ടർ റവറന്റ് ഫാദർ ഡോക്ടർ സാബാസ് ഇഗ്നേഷ്യസ് എന്നിവർ പ്രതിനിധി സംഘത്തിന് നേതൃത്വം നൽകി. കൊച്ചിയുടെ തീരസംരക്ഷണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് കൂടിയ കേരള ലത്തീൻ കത്തോലിക്ക അസോസിയേഷൻ കൊച്ചി രൂപതാ സമിതി യോഗത്തിൽ രൂപതാ പ്രസിഡന്റ് ടി.എ. ഡാൽഫിൻ അധ്യക്ഷത വഹിച്ചു. കടൽഭിത്തി നിർമ്മാണത്തിന്റെ തടസ്സങ്ങൾ ഒഴിവാക്കാൻ സർക്കാർ ഇടപെടണമെന്നും തീരജനതയെ ദുരിതത്തിലാക്കരുതെന്നും KLCA രൂപതാ ഡയറക്ടർ ആന്റണി കുഴിവേലിൽ, ജനറൽ സെക്രട്ടറി സെബാസ്റ്റ്യൻ കൊയിൽപ്പറമ്പിൽ, ജോബ് പുളിക്കൽ, പൈലി ആലുങ്കൽ, ബാബു കാളിപ്പറമ്പിൽ എന്നിവർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സ് ഇപ്പൊ പള്ളൂർത്തിയിലും വരാണ്. ഇനോഗ്രേഷന്റെ ഭാഗമായിട്ട് വരുന്നവരിൽ നിന്ന് ഒരാൾക്ക് 1 ലക്ഷം രൂപ സമ്മാനമായിട്ട് നൽകും. പിന്നെ ജാനുവരി 11 മുതൽ ഫെബ്രുവരി 11 വരെ പർച്ചേസ് ചെയ്യുന്നതിൽ നിന്ന് 11 ഭാഗ്യശാലികൾക്ക് ഫ്രീ ഗോൾഡ് കോയിൻ. ജാനുവരി 11 ഞായറാഴ്ച 11 മണിക്കാണ്. See you all there.